പയ്യന്നൂരിൽ CPMന്റെ പാർട്ടി ഓഫീസിൻ്റെ 3-ാം നിലയിൽ നിന്നും വ്യാജ ആധാർ കാർഡ് പ്രിന്റ് ചെയ്ത് വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കല്യാശ്ശേരിയിലെ നിരവധി വോട്ടുകൾ പയ്യന്നൂരിലും കൂടെ ചേർത്ത് ഡബിൾ വോട്ട് എൻട്രി ചെയ്യിപ്പിച്ച് ആ ഡബിൾ വോട്ട് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയെടുത്ത് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇത് ഉന്നതരായ നേതാക്കളുടെ അനുമതിയോട് കൂടിയിട്ടാണ് നടക്കുന്നത് വ്യക്തമാണ്. കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ CPM നടത്തുന്ന നിഗൂഢ നീക്കങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. തോൽവി ഭയന്ന വിറളി പിടിച്ച ഒരു പ്രസ്ഥാനം എത്രത്തോളം തരം താഴാം എന്നതിന്റെ തെളിവാണ് പയ്യന്നൂരിൽ നിന്നും കേൾക്കുന്നത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3-ാം നിലയിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി തന്നെ CPM നടത്തുന്നു എന്ന് KC വേണുഗോപാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ക്രിമിനൽ നടപടിയാണ്. കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വ്യാജ രേഖകൾ ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലി പണ്ടേ പ്രശസ്തമാണെങ്കിലും ഒരു പാർട്ടി ഓഫീസിനെ തന്നെ ഇതിനായിട്ട് പ്രയോഗിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം സുനിശ്ചിതമായപ്പോൾ പഴയ കൊലപാതക രാഷ്ട്രീയത്തിന്റെയും ആക്രമണത്തിന്റെയും തന്ത്രങ്ങൾ CPM വീണ്ടും പയറ്റി തുടങ്ങുകയാണ്. TP ചന്ദ്രശേഖരന്റെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വോട്ടർമാരെയും പ്രവർത്തകരെയും ഭയപ്പെടുത്തുവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പായതോടെയാണ് മുഖ്യമന്ത്രിയും സംഘവും ഇത്തരം ക്രൂരമായ അടവുകളുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവായ G സുധാകരനെ പോലെയുള്ള ഒരാളെ പോലും വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ മടിയില്ലാത്ത മുഖ്യമന്ത്രി ആദ്യം സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുകയാണ് വേണ്ടത്. ആരെയൊക്കെ ചവിട്ടി പുറത്താക്കിയാലും ആക്ഷേപിച്ചും അധികാരത്തിന് തുടരാമെന്ന പിണറായി വിജയന്റെ മോഹം ഈ തിരഞ്ഞെടുപ്പോടെ അവസാനിച്ചിരിക്കും. അഴിമതിയും തട്ടിപ്പും CPMന്റെ രക്തത്തിൽ ലയിച്ച ഒന്നായിട്ട് മാറിയിരിക്കുന്നു. സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ധനരാജിനെ പോലെയുള്ള ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് പോലും വെട്ടിപ്പ് നടത്തിയവരാണ് ഈ പയ്യന്നൂരിലെ നേതാക്കൾ. ഒരു രക്തസാക്ഷി കുടുംബത്തെ സഹായിക്കാൻ പാവപ്പെട്ടവരിൽ നിന്നും പിരിച്ചെടുത്ത തുക മുഖ്യ നേതാക്കൾക്ക് ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. രക്തസാക്ഷികളുടെ ചോര വിറ്റ് കാശാക്കുന്നവരിൽ നിന്നും ഇതിനും വലിയ ക്രിമിനൽ ബുദ്ധി മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ചിട്ടി തട്ടിപ്പും ഫണ്ട് വെട്ടിപ്പും ശീലമാക്കിയ പയ്യന്നൂരിലെ CPM നേതൃത്വം ഇപ്പോൾ ജനാധിപത്യത്തെ തന്നെ അറുത്തുമാറ്റാൻ നോക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം സുനിശ്ചിതമായപ്പോൾ പഴയ കൊലപാതക രാഷ്ട്രീയത്തിന്റെയും ആക്രമണത്തിന്റെ തന്ത്രങ്ങൾ CPM വീണ്ടും പുറത്തെടുക്കുന്നു. സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പായതോടെ വിറളി പിടിച്ച മുഖ്യമന്ത്രി സംഘവും ഇത്തരം അടവുകളിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി മാലിന്യക്കൊട്ടയിലാകാൻ പോകുന്ന കാഴ്ചയാണ് ഇനി കേരളം കാണാനിരിക്കുന്നത്. ലോ ലെവൽ അറ്റാക്കുകളിലൂടെ പ്രതിപക്ഷത്തെ തകർക്കാമെന്ന് കരുതേണ്ട. കോൺഗ്രസിന്റെ കണക്കുകൾ സുതാര്യമാണെന്നും അത് ജനങ്ങൾക്ക് മുന്നിലുണ്ടെന്നും KC വേണുഗോപാൽ പറയുകയാണ്. ഭരണത്തിന്റെ തടയിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിന് കേരളത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ ശക്തമായ മറുപടി നൽകുക തന്നെ ചെയ്യും. അഴിമതിയും വ്യാജരേഖ ചമക്കലും മുദ്രാവാക്യമാക്കിയ ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ സമയം എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ദിവസം അടുത്തു വരുന്നതോടുകൂടി പരാജയ ഭീതി പൂർണ്ണമായും ഉറപ്പായ CPM പഴയ തന്ത്രങ്ങളെല്ലാം പൊടിതട്ടി വീണ്ടും എടുക്കുകയാണ് എന്നുള്ള തെളിവുകളാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും നിന്നും പുറത്തു വരുന്നത്. പയ്യന്നൂരിൽ CPMന്റെ പാർട്ടി ഓഫീസിൻ്റെ 3-ാം നിലയിൽ നിന്നും വ്യാജ ആധാർ കാർഡ് പ്രിന്റ് ചെയ്ത് വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കല്യാശ്ശേരിയിലെ നിരവധി വോട്ടുകൾ പയ്യന്നൂരിലും കൂടെ ചേർത്ത് ഡബിൾ വോട്ട് എൻട്രി ചെയ്യിപ്പിച്ച് ആ ഡബിൾ വോട്ട് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയെടുത്ത് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇത് ഉന്നതരായ നേതാക്കളുടെ അനുമതിയോട് കൂടിയിട്ടാണ് നടക്കുന്നത് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് പരാതി ഇലക്ഷൻ കമ്മീഷന് സ്ഥാനാർത്ഥി നൽകിയിട്ടുണ്ട്. ഗൗരവതരമായ ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തെ നോക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വിരളെ പൂണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്, ബോർഡുകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. അതിവിടെ മാത്രമല്ല, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെയും അദ്ദേഹത്തെ തടഞ്ഞു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളും ബോർഡുകളെല്ലാം തകർത്തു. ആ സാഹചര്യങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് നേരെ ഭീഷണി. ഇപ്പോൾ G സുധാകരൻ്റെ ഡ്രൈവറെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ CPMനകത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന നേതാക്കളെയെല്ലാം ചന്ദ്രശേഖരനുണ്ടായ അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ നേടാൻ നോക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡ്രൈവറെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, സ്ഥാനാർത്ഥികളെ തടയുക, ഫേക്ക് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കള്ളവോട്ട് നടത്തുക. ഇതെന്തെല്ലാം തന്ത്രം നിങ്ങൾ ഉപയോഗിച്ചാലും
ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. ജനങ്ങൾ, പ്രത്യേകിച്ച് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ വിരളി പൂണ്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുന്നത് പോലും ഭയപ്പെടുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി.